കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസിൽ ചടുലമായ ചർച്ചകളാണ് നടന്നത്. പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലേക്ക് തട്ടി പ്രമേയം പാസാക്കിയാണ് നിരീക്ഷകർ KPCC വിട്ടിറങ്ങിയത്. തുടർ ചർച്ചകൾക്കായി VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും നാളെയോ മറ്റന്നാളോ ഡൽഹിക്ക് തിരിക്കും. നാടകീയ രംഗങ്ങളാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് ഇന്ന് കണ്ടത്. 10 മണിയോടുകൂടി MLA-മാർ ഓരോരുത്തരായി KPCC ആസ്ഥാനത്തേക്ക് എത്തി. ഇതിനു പിന്നാലെ MP-മാരെത്തി, മുതിർന്ന നേതാക്കളെത്തി, VD സതീശൻ, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിവരും എത്തി. നിരീക്ഷകരും എത്തിയതിനു ശേഷം ആദ്യം ചേർന്നത് നിയമസഭാ കക്ഷി യോഗമാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് AICC അധ്യക്ഷന് വിട്ടുകൊണ്ട് പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസ്സായി. നിയമസഭാ കക്ഷി യോഗം കഴിഞ്ഞതിന് പിന്നാലെ നിരീക്ഷകർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് MLA-മാരെ കണ്ടു. മുകുൾ വാസ്നിക്, അജയ് മാക്കൻ, ദീപാദാസ് മുൻഷി എന്നിവരാണ് MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ടത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം MLA-മാർ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങി. നിരീക്ഷകരെ കണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞായറാഴ്ച അറിയാം. പ്രോസസ്സ് മാത്രമാണ് ഇത്. ആ പ്രോസസ്സ് അങ്ങനെ നടക്കട്ടെ. കോൺഗ്രസിന്റെ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുഖമാണ്. ജനാധിപത്യ രീതിയിൽ തന്നെയാണ് അഭിപ്രായം എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം ശുഭമായി തരും. അതൊരു യൂഷ്വൽ പ്രൊസീജിയറാണ്. അതിനൊരു പൊതു മാനദണ്ഡം ഉണ്ട്. ആ മാനദണ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രോസസ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടിക്കാഴ്ചകളും അഭിപ്രായം തേടലുമൊക്കെ KPCC ഓഫീസിനകത്ത് നടക്കുമ്പോൾ KPCC ഓഫീസിന് പുറത്ത് ഫ്ലെക്സിലൂടെ അഭിപ്രായം പറയുന്ന അണികളെയാണ് കണ്ടത്. അതിനിടെയാണ് സുധാകരൻ തൻ്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. KC വേണുഗോപാലിനെ പിന്തുണച്ചുകൊണ്ട് സുധാകരൻ എന്നായിരുന്നു വാർത്ത വന്നു മിനിറ്റുകൾക്കുള്ളിൽ KPCC ആസ്ഥാനത്തെ ഗേറ്റിനു മുൻവശത്ത് KC വേണുഗോപാൽ സുധാകരനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം വച്ചുള്ള ഫ്ലെക്സും ഉയർന്നു. KPCC ആസ്ഥാനത്തെ എല്ലാ കൂടിക്കാഴ്ചയ്ക്കും നടപടിക്രമങ്ങൾക്കും ശേഷം നിരീക്ഷകരും KPCC ആസ്ഥാനത്ത് നിന്ന് മടങ്ങി. Leadership wanted us to discuss one-on-one with all the MLAs, which we have discussed. And in the evening, we are leaving for Delhi. We'll submit our report, and then we are hopeful that decision will be taken soon. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നീണ്ടുനിന്ന നടപടിക്രമങ്ങളാണ് KPCC ഓഫീസിനകത്ത് കഴിഞ്ഞത്. MLA-മാരെല്ലാം സ്വതന്ത്രമായി അഭിപ്രായം പറയാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് മടങ്ങിയത്. ഇനി അറിയേണ്ടത് MLA-മാരുടെ അഭിപ്രായം മാത്രം പരിഗണിച്ചായിരിക്കുമോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നുള്ളതാണ്. എന്തായാലും 3 പേരാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ളത്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. 3-ൽ ആര് മുഖ്യമന്ത്രി എന്ന് ഉടൻ അറിയാം. TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.